നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ കോഴിക്കോട് എലത്തൂരിൽ നിന്നാണ്. സേതു സീതാറാം LP സ്കൂളിലെ അധ്യാപകരാണ്. ഷൈബി ടീച്ചർ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ചുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് ഇന്ന് ഇവിടെ മിയാമിൽ എത്തിയിരിക്കുന്നത്. സൂരജ് മാഷാണ് അത് കോർഡിനേറ്റ് ചെയ്ത്. മാഷ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കടലുണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ലോക ടൂറിസം ഭൂപടത്തിലെ ഒരു പുതിയ ഡെസ്റ്റിനേഷനാണ് കടലുണ്ടി. അതുപോലെ തന്നെ പുതിയ ഒരു എക്കോ ടൂറിസം സെൻ്ററാണ്. പ്രകൃതിയെ തനതായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏരിയ കടലുണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്നത്തെ യാത്ര കടലുണ്ടിയിലെ ദ്വീപുകൾ, പക്ഷിസങ്കേതം, അഴിമുഖം, ബോട്ട് യാത്ര, കയാക്കിംഗ് യാത്ര, അതുപോലെ മിയാമി ഒരുക്കിയ ഇന്നത്തെ ഒരു 1 ഡേ പ്രോഗ്രാം എങ്ങനെയാണ് അനുഭവപ്പെട്ട് നമുക്ക് ചോദിച്ചു തരാം. മാഷ നമസ്കാരം. ഇന്നത്തെ ഒരു അനുഭവം പറയാമോ? ഒന്ന് പരിചയപ്പെടാം മാഷേ. പിന്നെ നല്ല ബോട്ടിംഗ് യാത്രയായിരുന്നു. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഭക്ഷണമാണ്. ഭക്ഷണം എല്ലാവർക്കും അതേപോലെ നിറച്ച ഭക്ഷണം തന്നെയാണ്. എന്തായാലും ഒരു ദിവസം വളരെ രസകരമായിട്ട് നമുക്ക് ഈ ഒരു അനുഭവം തന്നെയാണ് നമുക്കിവിടെ ഒരുക്കി തന്നത്. മിയാമിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. LP സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിനെ വളർത്തിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ LP സ്കൂൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്ന അധ്യാപകരാണ് LP സ്കൂൾ അധ്യാപകർ. അതിൽ വളരെ മനോഹരമായുള്ള ഒരു ദിവസമാണ് ഇവിടെ ഇന്ന് പങ്കിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ നമസ്കാരം. ഒന്ന് പരിചയപ്പെടാമോ? ഓക്കെ, എൻ്റെ പേര് രഞ്ജിനി. ഞാൻ ചേലിൽ നിന്ന് വരുന്നു. ഇന്നത്തെ അനുഭവം പറയാമോ? ഇന്നിവിടെ രാവിലെ വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വളരെ ഒരു സസ്പെൻസോടെയാണ്. പക്ഷേ ഓരോ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള നമ്മളെ വെൽക്കം ഡ്രിങ്ക് മുതൽ ലാസ്റ്റുള്ള സുലൈമാനി വരെ സൂപ്പർ, ഒന്നും പറയാനില്ല. പക്ഷേ നമസ്കാരം. ഞാൻ മുഹമ്മദ് ബഷീർ, സ്കൂൾ അധ്യാപകനാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ഓരോ അംഗങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു, പാട്ട് പാടി നൃത്തം ചെയ്തു, നല്ല ഭക്ഷണമായിരുന്നു, പിന്നെ നല്ല കാഴ്ചകൾ. പ്രത്യേകിച്ച് ആ കണ്ടൽക്കാടുകൾക്ക് ഇടയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങളെപ്പോഴും മനസ്സ് സൂക്ഷിക്കുന്ന ഒരു ദിവസം തന്നെയാണിത്. ഈ നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് തന്ന മിയാമിക്ക് വളരെ ആശംസ. ഏകദേശം 10-30ഓളം വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 37 വർഷം. അപ്പോൾ ടീച്ചർ നമസ്കാരം. ടീച്ചർ ഇന്നത്തെ അനുഭവം പറയാമോ? ഒന്ന് പരിചയപ്പെടാമോ ടീച്ചർ? ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ആ ഒരു 37 വർഷം മുന്നേയുള്ള ഒരു കാലഘട്ടം, ഈ കാലഘട്ടം നമ്മളൊരു സമൂഹത്തോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയുമ്പോൾ? എനിക്ക് 37 വർഷം സർവീസ് ഉണ്ട്. അപ്പം പിന്നെ ആദ്യം ഞാൻ അവിടെ വരുന്ന സമയത്ത് സ്കൂളൊക്കെ ഭയങ്കര ശോച്യാവസ്ഥയിലായിരുന്നു ഉള്ളത്. ആ ബിൽഡിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മാനേജർ നല്ലൊരു ബിൽഡിങ്ങും അതുപോലെ പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആ പ്രദേശത്ത് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളായിട്ടാണ് നമ്മുടെ സേതു സീതാറാം സ്കൂൾ അറിയപ്പെടുന്നത്. ടീച്ചർ നമസ്കാരം. ഒന്ന് പേര് പറയാമോ? ഇന്നത്തെ അനുഭവം പറയും. വളരെ സുഖകരമായിരുന്നു ഇന്നത്തെ അനുഭവം. പിന്നെ ഞങ്ങൾ ഇവിടെ വരുമ്പം എന്തൊക്കെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു ഇതിലായിരുന്നു വന്നത്. എത്തിയപ്പോൾ ഗംഭീരമായിരുന്നു. എല്ലാം ഓരോ പരിപാടികളും വ്യത്യസ്തമായിരുന്നു. മാഷെ ക്യാമറയ്ക്ക് പ്രത്യേകം നന്ദി പറയാണ്. മാഷ് പറഞ്ഞോളൂ മാഷെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.